നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേർത്തലയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച വീട്ടമ്മ സജിയുടേത് കൊലപാതകമെന്ന സൂചനയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ വെളിവാകുന്നത്. തലച്ചോറിനും തലയോട്ടിക്കും ഇടയിലുള്ള ഞരമ്പുപെട്ടി രക്തസ്രാവം ഉണ്ടായതാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് സോണിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ സജി ഒരു മാസത്തോളമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സജി മരണപ്പെടുന്നത്. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും അച്ഛന്റെ മർദ്ദനമാണ് മരണത്തിനിടയാക്കിയതെന്നും ചൂണ്ടിക്കാട്ടി മകൾ പോലീസിൽ പരാതി നൽകിയതാണ് കേസിൽ വഴിത്തിരിവായത്. സംഭവ ദിവസം രാത്രി അച്ഛൻ അമ്മയുടെ തല ഭിത്തിയോട് ചേർത്ത് ഇടിച്ചുവെന്നും അങ്ങനെയാണ് ഗുരുതരാവസ്ഥയിലായതുമെന്നുമാണ് മകൾ പോലീസിന് നൽകിയ മൊഴി. അച്ഛൻ അമ്മയെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അച്ഛൻ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയതിനാലാണ് ആശുപത്രിയിൽ വെച്ച് സത്യം പറയാതിരുന്നതെന്നും മകൾ മൊഴി നൽകി. ഗുരുതരമായി പരിക്കേറ്റ് കിടന്നിട്ടും അമ്മയെ അച്ഛൻ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും വീടിനകത്ത് 1.5 മണിക്കൂറോളം രക്തമാർന്നു കിടന്നെന്നും മകൾ പറഞ്ഞു. അച്ഛന് മറ്റൊരു ബന്ധമുണ്ടെന്നും ഇത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമായതെന്നും മകൾ പോലീസിനോട് പറഞ്ഞു. മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ഇതിന് പിന്നാലെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സജിയുടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത്. എന്റെ കൺമുന്നിലാണ് അതുണ്ടായത്. അച്ഛന്റെ വഴിവിട്ട ബന്ധങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ വഴക്ക് പതിവാണ്. അന്ന് അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുകയും വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിന്റെ മുടിക്കുത്തിന് പിടിച്ച് തല ഭിത്തിയിൽ ആഞ്ഞടിച്ചു. അമ്മ കുഴഞ്ഞു വീണു. ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളെ വിളിക്കാൻ ഓടി. അവരുമൊത്ത് തിരികെ വന്നപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ അവരെ പറഞ്ഞു വിട്ടു. ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ അതേപടി കിടക്കുകയാണ്. പക്ഷെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു മകളുടെ പ്രതികരണം. ഖത്തറിൽ നഴ്സായിരുന്നു സജി. 2 വർഷം മുമ്പ് നാട്ടിലെത്തി. സജി നാട്ടിലില്ലാത്ത കാലത്ത് അച്ഛന് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മകൾ പറഞ്ഞത്. അത് ചോദ്യം ചെയ്തപ്പോഴെല്ലാം ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു. കുടുംബത്തെ ഓർത്താണ് അമ്മ എല്ലാം സഹിച്ചതെന്ന് മീഷ്മ പറഞ്ഞു. സംഭവം നടന്ന ജനുവരി 8-ന് മദ്യപിച്ചാണ് അച്ഛൻ വീട്ടിലെത്തിയത്. വിവാഹേതര ബന്ധത്തെപ്പറ്റി പറഞ്ഞ് വലിയ വഴക്കായി. അമ്മയെ അച്ഛൻ ഉപദ്രവിച്ചപ്പോൾ ഞാൻ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു. അവർ തിരികെ വിളിക്കുമ്പോൾ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി ഞാൻ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു. അതിനാൽ കോൾ എടുത്തില്ല. അവർ വീണ്ടും വിളിച്ചപ്പോൾ അച്ഛനെ ഭയന്നും അമ്മ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലും ഞാൻ അന്നുണ്ടായ കാര്യം മറച്ചുവെച്ചു. അമ്മ ഗോവണിപ്പടി നിന്ന് വീണെന്നാണ് പറഞ്ഞതെന്ന് മീഷ്മ പറയുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം അമ്മയുടെ നില മെച്ചപ്പെട്ടെങ്കിലും പിന്നീട് പനിയും ഹൃദ്രോഗബാധയും ഉണ്ടായി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. ചികിത്സയിലായിരുന്ന സമയത്തൊന്നും അമ്മ സംസാരിച്ചിരുന്നില്ല. കൂടുതലും അബോധാവസ്ഥയിലായിരുന്നു. ഈ 1 മാസവും എല്ലാ കാര്യങ്ങളും നോക്കി അച്ഛൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഫോണിൽ അച്ഛന്റെ ശബ്ദ സന്ദേശം എനിക്ക് കിട്ടി. അച്ഛന്റെ വിവാഹിതര ബന്ധത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് അമ്മ ആശുപത്രി വിട്ട ശേഷം അച്ഛനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നെന്ന് മീഷ്മ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.